സർ സാർ ഇപ്പം വന്നിട്ട് ഈ ഇൻഡസ്ട്രി വന്നിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? ഞാൻ 79-ലാണ് സിനിമ പഠിക്കാൻ പോകുന്നത്. 79-ൽ ഡയറക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് 84-ലാണ് ആഗ്രഹം ഫസ്റ്റ് ഫിലിം. ഓക്കെ, അപ്പൊ ഏകദേശം നല്ല വർഷമായി, 30 to 40 ഇയേഴ്സ് ആയി അല്ലേ സാർ? ഇത്രയും മൂവിയില് സർ മമ്മൂട്ടി, മോഹൻലാൽ അങ്ങനെ ഒരു സ്റ്റാർഡം മൂവീസ് കൂടുതൽ വന്നിട്ടില്ലല്ലോ. എന്റെ ഈ ആദ്യത്തെ ഒരു 8 സിനിമ കഴിഞ്ഞാൽ പിന്നെ ഒരു 3 വർഷത്തെ ഗ്യാപ്പ്. ആ ഗ്യാപ്പിൽ കല്യാണം കഴിഞ്ഞു, കുഞ്ഞായി. പിന്നെ തിരിച്ചു വരുന്നത് ജയറാമുമായിട്ടുള്ള സൗഹൃദത്തിലാണ് കടിഞ്ഞൂൽ കല്യാണം. അവിടെ നിന്ന് അങ്ങോട്ട് അധികം ഗ്യാപ്പ് വന്നിട്ടില്ല. അഥവാ ഗ്യാപ്പ് വന്നാലും ഈ മമ്മൂക്ക എന്ന് പറയുന്ന വലിയ ആക്ടർ, ഒരുപാട് വലിയൊരു ആക്ടറാണ് അദ്ദേഹം. ആ ആക്ടറിന് ചേരുന്ന റോളുകളായിരുന്നില്ല നമ്മൾ കൈകാര്യം ചെയ്യുന്ന സിനിമകൾ. പിന്നെ മോഹൻലാലിൻ്റെ അടുത്ത് വേറെ 1-2 കഥകൾ സംസാരിച്ചിരുന്നു. വലിയ നിർമ്മാതാക്കൾക്ക് വേണ്ടി തന്നെ ലാലുമായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു. പക്ഷെ അതൊന്നും സമയത്ത് നടന്നില്ല. സർ, ശരിക്കും നമ്മളൊരു സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പം ഒരു മമ്മൂക്കായോ അല്ലെങ്കിൽ ലാലേട്ടനോ എന്തോ ആയിക്കോട്ടെ, അവരുടെ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ വെച്ചിട്ടാണോ ഒരു സ്ക്രിപ്റ്റ് നമ്മളെപ്പോഴും പ്ലാൻ ചെയ്യുന്നത്, അതോ ഒരു സ്ക്രിപ്റ്റിനനുസരിച്ച് ആർട്ടിസ്റ്റ് ഇങ്ങോട്ട് വരികയാണോ ചെയ്യുന്നത്? അല്ല, ഇതാണ് നല്ലത്. ഈ രണ്ടാമത് പറഞ്ഞതാണ് യഥാർത്ഥ സിനിമ. പക്ഷെ പലപ്പോഴും ഈ കോമഡി ബേസ് ചെയ്തുള്ള സിനിമകളിൽ സംഭവിക്കുന്നത്, ഉദാഹരണത്തിന് ഇപ്പം ജയറാമിനെ വെച്ച് മാത്രം 16 സിനിമ ചെയ്ത്, അതെന്താന്ന് ചോദിച്ചാൽ ആ കഥകളിൽ ജയറാമിനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ചിന്തിക്കുന്നത്. ജയറാമേട്ടന്റെ കരിയറിൽ ഏറ്റവും സാറാണ് ഏറ്റവും ബാക്ക് ബോൺ ആയിട്ട് നിന്നിട്ടുള്ളത്. എനിക്ക് ചേട്ടൻ എപ്പോഴും പറയും, സുരേഷ് ഏട്ടൻ ഒരിക്കൽ ഫ്ലൈറ്റിലെങ്ങാണ്ട് വെച്ച് കണ്ടിട്ടാണ് സുരേഷ് ഏട്ടന്റെ നായകനായിട്ട് എടുത്തു തന്നെ. അപ്പം അതേപോലെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ ജയറാമേട്ടനും സാറിനും കൂടെ തമ്മിലുള്ള എന്തെങ്കിലും പെട്ടെന്ന് കാണുകയോ, ഹീസ് ഗുഡ് ഫോർ മൈ ഹീറോ എന്നുള്ളത് തോന്നുവോ? അല്ല, അങ്ങനെയല്ല. ഞാൻ ചെന്നൈയിൽ എൻ്റെ ഈ 3 വർഷത്തെ ഗ്യാപ്പ് പറഞ്ഞില്ലേ, ആ ഗ്യാപ്പിൽ ഇങ്ങനെ ചെന്നൈയിൽ അങ്ങോട്ടും അടുത്തൊരു പ്രോജക്റ്റ് ഒക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നാനാ വീക്കിലിയിൽ ഒരു റൈറ്റപ്പ് വന്നു. പത്മരാജൻ്റെ സിനിമയിൽ പുതുമുഖം നടൻ ജയറാം നായകനാകുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ നോക്കിയാൽ കൊള്ളാം. അന്ന് മെലിഞ്ഞിട്ടാണ് പുള്ളി. അപ്പോൾ അതിൻ്റെ താഴെ ജയറാം ആനന്ദ് എന്നാണ് പുള്ളിയുടെ വീട്ടിൻ്റെ പേര്, ആനന്ദ് കാലടി. ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ബ്രില്യൻറ്റിൽ എഴുതിയിട്ടു, ഇങ്ങനെ പത്മരാജൻ സാറിൻ്റെ സിനിമയിൽ കൂടി വരുന്നത് ഒരു മഹാഭാഗ്യമാണ്, ഒരു ശരാശരി സിനിമാ നടൻ്റെ നിലവാരത്തിലേക്ക് തരം താഴരുത് എന്നൊക്കെ കൊടുത്തിട്ട് ചെറിയൊരു ഹിൻറ്റും കൂടെ കൊടുത്ത്, സ്നേഹപൂർവ്വം രാജസേനൻ എന്നൊക്കെ പറഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് മറുപടി വന്നു. പാവം ക്രൂരൻ എന്ന ഉഗ്രൻ സിനിമയുടെ സംവിധായകനാണല്ലോ താങ്കൾ, താങ്കളുടെ പ്രോത്സാഹനത്തിന് നന്ദി, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ദൈവം അവസരം തരട്ടെ കൊണ്ട് മറുപടിയും വന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പുള്ളിയെ കാണുന്നത് എൻ്റെ കല്യാണം വിളിക്കാൻ വേണ്ടി വിറ്റ്നസിൻ്റെ വിജിത്തമ്മയുടെ സെറ്റിൽ ചെന്നാണ് ഞങ്ങൾ. അപ്പോൾ ഞാൻ ചുമ്മാ ചോദിച്ചു, എന്നെ അറിയുമെന്ന്. ഈ കൊള്ളാം, ആദ്യത്തെ പ്രോത്സാഹന കത്ത് തന്നാണല്ലോ. അപ്പം അത് ആ കത്ത് എഴുതിയതിൽ തന്നെ ഒരു ദൈവവിധി ഉണ്ടെന്നുള്ളതിനൊരു സംശയമില്ല. അവിടെ നിന്ന് തുടങ്ങിയ, ആ കത്തിൽ കൂടി തുടങ്ങിയ ഒരു ബന്ധമാണ്. ഫസ്റ്റ് മൂവി സർ പ്ലാൻ ചെയ്ത ഫ്രണ്ടിൽ ഇഷ്ടം പോലെ മൂവീസ് ഉണ്ട്, അതിൽ ഫസ്റ്റ് ജയറാമേട്ടനെ ഏതിലിടാം എന്നാണ് തീരുമാനിച്ചത്? കടിഞ്ഞൂൽ കല്യാണം ഫസ്റ്റ്. സാർ വിളിച്ചു, ഇത് ചെയ്യാം. അല്ല, വിളിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല, ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയാണ്. എനിക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ വർക്കിന് 30,000 രൂപ കടം തന്നിരുന്നു. അതായത് ഇടയ്ക്ക് സ്ക്രിപ്റ്റ് നിന്നുപോയി. രഘുനാഥ് പലേരിയാണ് പുള്ളി, കാശ് വാങ്ങിച്ച് പെട്ടി വെച്ചിട്ട് എഴുതത്തുള്ളൂ. അപ്പൊ കഥയാണെങ്കിലോ ഉഗ്രം കഥ, ഭാര്യയെ കൊല്ലാൻ പണം കൊടുത്തിട്ട് ഭാര്യയെ കൊല്ലാൻ നടക്കുന്ന ഒരു ഭർത്താവിൻ്റെ കഥ. അത് ഭാര്യയെ കൊല്ലാൻ കൊടുക്കുന്ന കാശ് ഏതാണ്? ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് എടുത്ത് കൊടുക്കുന്നത്, പുള്ളിയുടെ ഈ കാശില്ലാതിട്ട്. അപ്പോൾ വളരെ വിചിത്രമായൊരു കഥയുമാണ്. അപ്പോൾ എനിക്ക് അടുത്ത് രഘുവിന് പേയ്മെൻറ്റ് കൊടുത്താലേ സ്ക്രിപ്റ്റ് നടക്കുള്ളൂ. ഞാൻ ജയറാനെ വിളിച്ച കാശില്ല, എന്ത് ചെയ്യും? അവർ കാര്യം ചെയ്യും, പെരുമാറുക, അമ്മയുടെ കൈ കൊണ്ട് കാശ് വാങ്ങിച്ചാൽ നല്ല രാശിയാണെന്ന് പറഞ്ഞു. അങ്ങനെ പെരുമാറിച്ചെന്നിട്ട് ജയറാന്റെ അമ്മ 30,000 രൂപ അത് കൊണ്ടുവന്ന് പലേരിക്ക് കൊടുത്തിട്ട് വീണ്ടും തിരക്കഥ തിരിച്ചു കൊടുത്തോ? പിന്നെ അല്ല, പക്ഷെ സാറിന്റെയും ജയറാമേട്ടന്റെയും ആ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര തിക്കാണ്. കാരണം ഞങ്ങൾ പ്രേക്ഷകർ കാണുന്നത് അദ്ദേഹത്തിന്റെ ഒരു വളർച്ച സാറിൽ കൂടിയാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം പോലെ മൂവീസ് സാറും ജയറാമേട്ടനും തമ്മിൽ ഒരു കോംബോ ആയിരുന്നു അല്ലേ? 16 സിനിമ. പക്ഷെ സാർ ഈ തിരക്കായിട്ടും സാർ എന്തുകൊണ്ടാ ജയറാമേട്ടന്റെ മോടെ കല്യാണത്തിൽ കണ്ടില്ലല്ലോ? അത് പിന്നെ ജയറാമിന്റെ മക്കളെന്ന് പറഞ്ഞാൽ ജനിച്ച സമയം മുതൽ ഞങ്ങളുമൊക്കെ എടുത്ത് താലോലിച്ച്, ഞാനും എൻ്റെ ഭാര്യയൊക്കെ എടുത്ത് താലോലിച്ച മക്കളാണ്. അവർ ഉയരങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പോൾ കാളിദാസൻ തന്നെ സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. ആദ്യത്തെ കുഞ്ഞായിട്ട് അഭിനയിച്ച് എൻ്റെ വീട് അപ്പൂൻ്റെ സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തൊരു ആഹ്ലാദമായിരുന്നു ഞങ്ങൾക്കൊക്കെ. കാരണം അത് കഴിഞ്ഞ് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, നല്ല മിടുക്കനായിട്ടൊക്കെ വന്നല്ലേ. പിന്നെ മനുഷ്യനല്ലേ, എവിടെയെങ്കിലുമൊക്കെ ചില സൗന്ദര്യ പിണക്കങ്ങളും ഒക്കെ വരാം. അങ്ങനെയൊക്കെ എന്തോ പ്രശ്നങ്ങളിൽ ഞാൻ വന്നില്ല, അത് സത്യം തന്നെയാണ്. Let's cook with love.